നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊട്ടാരക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. കൊട്ടാരക്കര ഡയറ്റ് താഴത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 94-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം തന്റെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചത്. രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ബാലഗോപാൽ തുടർന്ന് മണ്ഡലത്തിലെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്ന് അറിയിച്ചു. വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ മണ്ഡലത്തിലെ പല കേന്ദ്രങ്ങളിലും വോട്ടർമാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സ്ത്രീകളും മുതിർന്ന പൗരന്മാരും ഉൾപ്പെടെ നിരവധി പേർ രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പോളിംഗ് നടപടികൾ ക്രമമായി പുരോഗമിക്കുന്നതായാണ് റിപ്പോർട്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായ സംവിധാനങ്ങളും എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബാലഗോപാൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു. ഓരോ പോളിംഗ് കേന്ദ്രത്തിലെയും സാഹചര്യം നേരിട്ട് വിലയിരുത്താനും പ്രവർത്തകരുമായി ആശയവിനിമയം നടത്താനുമാണ് അദ്ദേഹത്തിന്റെ പരിപാടി. മണ്ഡലത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. വോട്ടർമാർ ആവേശത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതാണ് കൊട്ടാരക്കരയിൽ ഇന്ന് ദൃശ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ. തെരഞ്ഞെടുപ്പിൽ നല്ല പോളിംഗ് ആണ്. എല്ലാവരും സജീവമായിട്ട് വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ക്യൂവിൽ കുറേ സമയം നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ആളുകൾ നല്ലതുപോലെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എല്ലാവരും പങ്കാളികളാവേണ്ടതാണ്. അവരുടെ ഏറ്റവും വലിയ അവകാശമാണ്. അപ്പോൾ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. വീട്ടിലിരിക്കുന്ന എല്ലാ വോട്ടർമാരും കൃത്യമായി വന്ന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പൊതുവിലുള്ള കാര്യം അകത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിങ്ങിൻ്റെ ഒരു സ്വഭാവം കണ്ടതാണ് തോന്നുന്നത്. ഞങ്ങളിപ്പം LDFൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം ഏറ്റവും സജീവമായ പ്രവർത്തനത്തിലാണ്. വളരെ അനുകൂലമായ പ്രതികരണവും സ്നേഹവുമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കാണുന്നത്.